നമ്മളൊരു 4-5 മാസം മുന്നേ, 5 അല്ല എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം മുന്നേ നമ്മളൊരു ബെൻസ് കാറുകളുടെ ഒരു ഡീലറെ പരിചയപ്പെടുത്തിയിരുന്നു. അതായത് ഡീലർമാർക്ക് കാറുകൾ കൊടുത്തുകൊണ്ടുവന്നൊരു ഡീലറായിരുന്നു ഷാനവാസ്ക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച വീഡിയോയിൽ ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്ക് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ ആ കോൾ ഇതുവരെ നിന്നിട്ടില്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആ കോളുകൾ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നല്ല അടിപൊളി വാഹനങ്ങൾ നല്ല വിലക്കുറവിൽ ലഭിക്കുന്നൊരു ഷോറൂമാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് കാണാം. ഷാനവാസ്ക നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഷാനവാസ്ക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിരുന്നു, മൊത്തം ഡീലർമാർക്ക് കൊടുക്കുന്ന. കഴിഞ്ഞ പ്രാവശ്യത്തെ കച്ചവടത്തിൻ്റെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇപ്പം അടുത്തും വിളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും കൂടെ വന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ബെൻസൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ, ഏകദേശം ഒരു കണ്ടീഷൻ നോക്കണമല്ലോ. കാരണം എടുത്ത് പോയിട്ട് പിന്നെ പണി കിട്ടിയാൽ കയറേണ്ട പൈസ മാറിയല്ലോ. അപ്പോൾ അത് മാക്സിമം നല്ല കാറുകൾ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ യൂസ്ഡ് കാറല്ലേ, ചിലപ്പം ഫ്യൂച്ചറിൽ കംപ്ലൈന്റ്സ് വരാം, വരൂലെന്ന് നമുക്ക് 100%. അതിപ്പോ യൂസ്ഡ് അല്ല, ഫ്രഷ് എടുത്താലും കംപ്ലൈന്റ് വരാം. എക്സ്പെഷ്യലി ഇത് പ്രീമിയം കാർ ആവുമ്പോൾ. അപ്പം കസ്റ്റമർ ഫുള്ളി സീറോ ആണ് മെയിൻ്റനൻസ് എന്ന് ആരും വിചാരിക്കരുത്. മെയിൻ്റനൻസ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. കാരണം വെറും 10%, 15%-നൊക്കെയാണ് കാറുകൾ മേടിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 50 ലക്ഷം റുപ്യേൻ്റെ കാറിന് 3 ലക്ഷം റുപ്യ അറിയുമ്പോൾ ചിലപ്പം 8% പോലും ആവണില്ല. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഇന്ന് കാണിക്കുന്നതിൽ 3 ലക്ഷത്തിൻ്റെ മുതലുണ്ടല്ലേ? ഉണ്ട് വാഹനങ്ങൾ, പല ബ്രാൻഡിൻ്റെ ഉണ്ട്. BM ഉണ്ട്, ബെൻസാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, നിസാൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ എത്ര ഒരു നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു മിഡിൽ ക്ലാസ് സാധാരണക്കാരൻ ഒരു ബെൻസ് 3 ലക്ഷത്തിൻ്റെ എടുക്കുകയാണ്. അപ്പോൾ ആളിന് അത് കൊണ്ടു നടക്കാൻ പറ്റുമോ? നല്ല രീതിക്ക് ഒന്ന് കൊണ്ടു നടക്കാൻ പറ്റുമോ? അല്ല, ഡെയിലി യൂസിനൊന്നും ഇപ്പം ഡെയിലി യൂസിനല്ല, നോർമൽ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഓടിയിട്ട് ബെൻസുകൾ അങ്ങനെ കംപ്ലൈൻസുകളൊന്നും വരില്ല. പിന്നെ കാലപ്പഴക്കം എന്തായാലും ഒരു സാധനത്തിന് ഘടകമാണ്. അതിപ്പം എന്തായാലും വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കംപ്ലൈൻസുകൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടറിന് പ്രശ്നം വരാം, ചിലപ്പോൾ AC-ൻ്റെ എന്താ പറയുക കംപ്രസറിന് വീക്ക് വരാം. അതൊന്നും വരൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജർമ്മൻ കാറുകളായതുകൊണ്ട് തന്നെ സാധാരണ ജപ്പാൻ കാറുകളെക്കാൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്നാൽ ജപ്പാൻ കാറുകളാണ് ഒരു തരത്തിൽ നല്ലത്. എന്നാൽ ജർമ്മൻ കാറുകൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലപ്പഴക്കം കൊണ്ട് വരുന്ന ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട്. എന്നാലും ഇപ്പോൾ ഒരുപാട് നമ്മളെ ലോക്കൽ വർക്ക്ഷോപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ എല്ലാ ആളുകളും ഇതൊക്കെ സർവീസ് ചെയ്യാൻ തുടങ്ങി. നേരെ മറിച്ച് ഒരു 10-15 വർഷം മുന്നൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക് ആയിരുന്നു. കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ 4-5 വർക്ക്ഷോപ്പുകളൊക്കെ ആയി. ഇപ്പൊ കൂടുതൽ പുറത്തുനിന്നൊക്കെ ഇങ്ങനത്തെ കാറുകൾ വരാൻ തുടങ്ങി, ആളുകൾ ധൈര്യമായിട്ട് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ ആളുകൾക്ക് അത്ര പേടിയൊന്നുമില്ല. ആദ്യം ഒരുപാട് സ്റ്റഡി ചെയ്ത് ഏത് ബ്രാൻഡാണോ നല്ലത് അതൊക്കെ നോക്കിയിട്ടായിരുന്നു എടുത്തിരുന്നത്. ഇപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തായാലും ഷാനവാസ്കാരുടെ അടുത്ത് വരാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിൻ്റെ വിവരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഒരു C-ക്ലാസ് തുടങ്ങാം. C200 അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത് 2011 മോഡലാണ്. CGI കംപ്രസറിന് ശേഷം വന്ന പെട്രോളിൽ 1796 cc വരുള്ളൂ. ഓക്കെ, ചെറിയ, അതായത് 1800 cc, അത് 2000 കുറവ്, 1.8 എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഷൂറിൽ വരെ അതിൻ്റെ ഒരു വ്യത്യാസം വരും. അല്ല, ഇൻഷൂറിൽ വ്യത്യാസം ഉണ്ടാവില്ല. 1500 cc എബവ് ആണ്. 2000 cc വേറെ കാറ്റഗറി ഇല്ല. ഇല്ല, ഒക്കെ ഒന്ന് തന്നെ. എബവ് 1500 എബവ് കംപ്ലീറ്റ്. പിന്നെ ഒറ്റ തേർഡ് പാർട്ടിൽ കേട്ടോ, ഫസ്റ്റ് പാർട്ടിലല്ല. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ബേസ് മീൻസ് അത് ചെറിയ എഞ്ചിനാണ്. ഇതിൽ തന്നെ 230 വരും, 250 വരും. ഓക്കെ, ഇത് പെട്രോളിൽ 200 ആണ്. അതുകൊണ്ട് തന്നെ മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. എത്ര ഉണ്ടാവും ഏകദേശം? ഇതൊരു 12, 13, 14 ഒക്കെ നമ്മളെ ഡ്രൈവിംഗ് നോർമൽ നമ്മളൊരു വലിയ പെട്രോൾ ഓടിക്കുന്ന അതേ ഫീൽ കിട്ടും. ഓക്കെ, 12 എന്തായാലും പറയാം മിനിമം. പിന്നെ CGI ആയതുകൊണ്ട് തന്നെ നല്ല സൈലന്റ് ആയിരിക്കും എഞ്ചിൻ. പിന്നെ ഡ്രൈവിങ്ങിനും അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, എല്ലാം കൊണ്ടും മൈലേജ്. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? കിലോമീറ്റർ ഇപ്പോൾ അതിൽ മീറ്ററിൽ 1,03,000 മീറ്ററിലുള്ള. അതെ, കറക്റ്റാണ്. അത് കറക്റ്റാണ്. അത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? 100% കസ്റ്റമർക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യിക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ ഇവിടെ നമ്പർ ആയിട്ടുണ്ടോ അതോ റീലാണോ? ഇല്ല, ഇതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ വണ്ടി.
ഇത് 2011 മോഡലാണ്. 1,03,000 ആണ്, 4,000 ആണ് കിലോമീറ്റർ. അപ്പോൾ 4 ടയർ പുതിയത്, ഞാനിട്ടതല്ല, വന്നപ്പോഴേ ഉള്ളതാണ്. മിച്ചിലിൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ടയറാണ്. പിന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഓക്കെ. ബാക്കി ഇതിപ്പോൾ എങ്ങോട്ടേക്ക് വേണമെങ്കിൽ NOC എടുത്തു കൊടുക്കാം. NOC കേരളത്തിൽ എവിടെ വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. അപ്പോൾ നിങ്ങളെ RTOയിലേക്ക് വേണമെങ്കിൽ അവിടത്തേക്കും എടുത്തു തരാം. എവിടെയും ഇത് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. എന്തായാലും വണ്ടി നീറ്റാണ്. 11ന്റെ ഒരു പഴക്കമൊന്നും തോന്നുന്നില്ല. ഇല്ല, നല്ല വണ്ടിയാണ്. നല്ല സീറ്റൊക്കെ ഒരു പ്രത്യേക ഇതിന് ചെയ്തതാണോ, ഇത് കമ്പനി ആവാൻ ചാൻസ് ഇല്ല. നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ടോപ്പ് എന്നാണോ ഇത് വരുന്നത്? ഇതിൻ്റെ ഒറ്റ വെർഷനാണോ അല്ലേ? ഓക്കെ. പ്രൈസിങ് എങ്ങനെയാ? ഇത് നമുക്ക് ഫൈനൽ 6,30 കൊടുക്കാം. 6,30,000 2011. എങ്ങനെയാ ഇങ്ങോട്ട് മാറിയിട്ടുള്ള പ്രൈസ് ആണോ പറയുന്നത്? NOC ഉള്ള പ്രൈസ്. ഓക്കെ. 6,30,000 രൂപയ്ക്ക് 2011 C200 CGI നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4 ടയർ പുതിയതാണ്. കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി ആവാനാണ് കൂടുതൽ ചാൻസ്. നമ്മൾ ഫീഡ്ബാക്ക് ഒന്നും എടുത്തിട്ടില്ല, ഏതാണ്ട് ഈ കസ്റ്റമറെ ഒരു ലെവൽ വെച്ചിട്ട് ഇത് കമ്പനി ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പക്ഷെ നമുക്ക് പ്രോമിസ് ഒന്നും ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ഞാൻ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇതിന് ഏകദേശം എന്തായാലും ഒരു 1 lakh above വരും. ഒരു 1.5 ഉള്ളിൽ കണ്ടാൽ പോലെ. അല്ല, 1.5 വരില്ല, ഒരു 120 110 ആ ഒരു അത്രേ വരുന്നുള്ളൂ. മാക്സിമം ഒരു പെർ ഇയർ ഒരു 40,000 വെച്ച് കാണേണ്ടി വരും. അപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷത്തെ ടാക്സ് ഇനിയാണ് ബാക്കിയുണ്ട്. ഒരു 120 റേഞ്ച്. ബെൻസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്ന ഒരു മുഖം ഇതാണ്. ഈ ഒരു ഡബിൾ ഹെഡ്ലൈറ്റ് ബെൻസാണ് നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു മുഖം അല്ലേ? ബെൻസിന്റെ എന്താ പറയാ, തറവാട്ടിലെ കാരണവർ എന്ന് പറയാം അല്ലേ? കാണാം, പെട്ടെന്ന് തെളിയുന്നതാണ്. പക്ഷെ ഇതിലേറെ ഉണ്ട്, വളരെ മുമ്പേ ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് കാരണവർ അല്ലേ? ഓക്കെ. എങ്ങനെ അതെ, ന്യൂജൻ കാരണവർ. ഈ 280 ആണ്. അതെ. ഇത് ഈ 280 ആണ്. 2008 ഡിസംബർ ആണ് മാനുഫാക്ചറിങ്, 2009 രജിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ. വണ്ടി 5th ജനറേഷനാണ്. അതായത് ഈ മോഡലിൽ വരുന്ന ഏറ്റവും എൻഡ് കാറാണ്. ഓക്കെ. ഇത് നമുക്ക് നല്ലൊരു പ്രൈസിൽ കൊടുക്കാം. 4,15,000 രൂപക്ക് ഇത് കൊടുക്കാം. 4,15 വിത്ത് NOCയിൽ നമ്പർ ആക്കാൻ ഏതാണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 50,000-60,000 50,000-60,000 രൂപ നമ്പർ ആക്കാൻ വരും. ഓക്കെ. അത്രേ ഉള്ളൂ. പുതിയ ബാറ്ററിയാണ്. ബാറ്ററി വലിയൊരു ഘടകമാണ്. കാരണം എന്താ വെച്ചാൽ ഏതാണ്ട് ഒരു 18-19 ഉറുപ്പ്യോളം ബാറ്ററിക്ക് കോസ്റ്റ് വരും. ഇത് 100ന്റെ ആമറോണിന്റെ ബാറ്ററിയാണ്. 20,000 MRP. നോർമൽ കാറിന്റെ ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. അത് 4,000 രൂപ 5,000 രൂപയ്ക്ക് കിട്ടും. പക്ഷേ ഇത് 18-20 രൂപ ബാറ്ററിക്ക് വേണ്ടി മാറിയിട്ടുണ്ട്. ടയേഴ്സ് എങ്ങനെ? ടയേഴ്സ് ആവറേജ് 60-70% ടയേഴ്സ്. വണ്ടി നല്ല മെക്കാനിക്കലി നല്ല ഫിറ്റാണ്. എത്ര ഓട്ടോ മീറ്ററിൽ ഇപ്പോൾ ഉള്ള? 1,10,000 കിലോമീറ്റർ. 1.10 എന്തോ ലേശം എന്തോ 1.10 12 അങ്ങോട്ട്. ഓക്കെ. വേറെ ഇപ്പം മെക്കാനിക്കലുള്ള അങ്ങനെ പ്രശ്നങ്ങളൊന്നും. ഓയിൽ മാറ്റി, എഞ്ചിൻ മൗണ്ടിങ് മാറ്റി, ഗിയർ മൗണ്ടിങ് മാറ്റി, അതൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം മാറി ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ. ഇതിൽ തന്നെ ഈ ഒരു മോഡലിൽ വെച്ച് തന്നെ ചെറിയ വേരിയൻ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മോഡൽ ഇറങ്ങിയിട്ടല്ലേ? നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും E-ക്ലാസ് തന്നെയാണ്, പക്ഷേ നേരത്തെ കണ്ടതിനേക്കാൾ മാറി. ഇതേതാ? ഇത് E250 2011 മോഡൽ ഡീസൽ. ഓക്കെ. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡലാണ്. E250 കിലോമീറ്റർ 1,10,000 15,000 ആണ്. 120 ബിലോ. ഇതിപ്പോൾ ഞാൻ ഓൾ സർവീസ് ചെയ്തു. അതായത് എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, എൻജിൻ മൗണ്ടിങ്, ഗിയർ മൗണ്ടിങ്, ഏതാണ്ട് ഒരു 10-35,000 രൂപേൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. 4 ടയറും പുതിയതാണ്. ഒരു 90% എന്ന് തന്നെ പറയാം. ബാറ്ററി പുതിയതാണ്. ഇത് നമുക്ക് 7,40,000 രൂപക്ക് കൊടുക്കാം. 2011 E250 ഡീസലാണ്. 7,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടിയും കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി എക്സ്പയർ ആവാറായിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി മാക്സിമം ഒരു 15 ഡേയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ഇൻഷുറൻസ്. അപ്പോൾ അത് നമുക്ക് പുതിയത് കെട്ടിങ് കൊടുക്കാം ഈ പറഞ്ഞ എമൗണ്ടിൽ. പുതിയ ഇൻഷുറൻസ് എടുത്തതാണ്. എല്ലാ വർഷവും വർക്കിംഗ് അല്ലേ? സൂപ്പർ ക്ലാസ് വണ്ടിയാണ്. എല്ലാം വർക്കിംഗ്, ഒന്നും പറയാനില്ല. ഓക്കെ. അത്രയേ ഉള്ളൂ. NOC ഉള്ള പ്രൈസാണ് പറഞ്ഞത്. പിന്നെ നമ്പറാക്കാൻ ഏതാണ്ട് ഒരു 130-120 ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ, ഈ ഫെബ്രുവരി 11 കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് 2011 ഫെബ്രുവരി 11 വണ്ടി രജിസ്ട്രേഷൻ ഡേറ്റ്. അപ്പോൾ ഈ ഫെബ്രുവരി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 വർഷത്തെ ടാക്സും കൂടി കുറഞ്ഞു കിട്ടും. അപ്പോൾ ഏതാണ്ട് ഒരു 80-85
ഒരു 90 രൂപേൻ്റെ 1,00,000 താഴെയായിട്ട് കണ്ടാൽ മതി. ഇത് എവിടത്തേക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാമല്ലോ. എടുക്കാം. ഞാൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യണ കാര്യമാണ് ഇപ്പോൾ ഈ ടാക്സിൻ്റെ എമൗണ്ട്. അതൊക്കെ NOC ഇപ്പോൾ തൽക്കാലം എവിടെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ പുതിയ സ്റ്റോക്കാണ്. ഓക്കെ. ബെൻസ് മാറി BMW വന്നു. BMW X1 ആണ് ആദ്യം ഇറങ്ങിയ ഷേപ്പ് അല്ലേ? ആദ്യം ഇറങ്ങിയ ഷേപ്പല്ല, അതായത് ഇത് ഏറ്റവും ഇതിൻ്റെ ബേസിക് ഫസ്റ്റ് എൻട്രി കാറാണ് SUV-യിൽ. ഓക്കെ. ഇതിൻ്റെ ശേഷം X3 ഉണ്ട്, പിന്നെ X5 ഉണ്ട്. ഇപ്പൊ പിന്നെ കുറെ പുതിയ X2 ഒക്കെ വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് കേട്ടോ. അതൊന്നും അന്ന് ഇല്ല. 2011 മോഡലാണത്. അന്നത്തെ കാലം ഇതാണ് ഏറ്റവും എൻട്രി കാർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇപ്പൊ മെർസിഡീസിലാണെങ്കിൽ ചെറിയ കാറുകളില്ല SUV സെഗ്മെന്റില്. ഇപ്പൊ GL ഒക്കെ വന്നു. കുറച്ച് പിടുത്തം വിട്ട ആ റേഞ്ച് ആണ്. മാത്രമല്ല 2013-14 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത്ര ലോ പ്രൈസിൽ ബെൻസിൽ കാറുകളില്ല. പഴയ ML ഒക്കെ ഉണ്ട്. ആ പഴയ ബാക്കിൽ ഡിക്കിയിൽ പിന്നെ പക്ഷെ അതിനെക്കാട്ടും സ്റ്റൈലിഷ് ഇതാണ്. സ്റ്റൈലിഷ് ഇതൊരു ന്യൂജൻ ലെവലിൽ കാണാം ഇതിനെ. അപ്പം ഇത് 2011 മോഡലാണ്. 78,072 ആണ് തോന്നുന്നുണ്ട്. 72,000 കിലോമീറ്റർ. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തല്ല, അതിൽ ഉള്ളതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഡിവൈസാണ് അതിന്. 2011 മോഡലാണ്. ഇതും ഞാനൊരു നോർമൽ സർവീസ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് വേറെ സൗണ്ടോ അങ്ങനത്തെ ഒന്നുമില്ല. വാണിംഗ് ചിലപ്പോൾ ടയർ പ്രഷറിന്റെ ഒരു വാണിംഗ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. റീസെറ്റ് ചെയ്യാം. അതല്ല നമ്മളെ എഞ്ചിൻ പൈസ ഇത് നമുക്ക് ലാസ്റ്റ് 590 കൊടുക്കാം. 2011 ഡീസലാണ്. എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട്? ഇത് ചില ആളുകളൊക്കെ പറയും 14-15 ഒക്കെ കിട്ടും എന്ന് പറയും. പക്ഷെ എനിക്ക് എന്തായാലും തോന്നുന്നു ഒരു 12-13 ഒക്കെ എന്തായാലും കിട്ടും. അത്രേ ഉള്ളൂ. ഇതും NOC പ്രൈസ് തന്നെയാണ്. അതെ. എങ്ങോട്ടും എടുത്തിട്ടില്ലല്ലോ? ഉറപ്പില്ല. ഇതൊക്കെ ന്യൂ സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു SUV സെഗ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചൂസ് ചെയ്യാം. ഇപ്പം ചില ആളുകൾക്കൊക്കെ ഈ മുട്ടുവേദന അല്ലെങ്കിൽ കാറാവുമ്പം ഈ സെഡാൻ കാറുകളാവുമ്പോൾ കിടന്ന് കുറച്ചൊരു അങ്ങനെയാണല്ലോ യാത്രക്ക് സുഖമായിരിക്കും. പക്ഷേ ഇരിക്കാനും ഇറങ്ങാനും ഒക്കെ ലേശം പ്രയാസമായിരിക്കും. SUV-നേക്കാളും യാത്രാ കംഫർട്ട് എന്തുകൊണ്ടും സെഡാൻ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ചില ആളുകൾക്ക് കുറച്ച് വയറൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ച് വയറും ഹൈറ്റ് ഒക്കെ ഉള്ള കുറച്ച് പ്രായമായവരൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കയറാനും ഇറങ്ങാനും ഒക്കെ സുഖമായിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ അങ്ങനെയാണല്ലോ. മാരുതിയൊക്കെ ഇപ്പോൾ ഒരുപാട് SUV കാറുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ SUV-ന്റെ ഒരു ട്രെൻഡാണ് ഒരു 5-6 വർഷമായിട്ട്. അടുത്ത ബെൻസാണ്. സത്യം പറഞ്ഞാൽ ഏതാ മോഡലൊന്നും മനസ്സിലാവുന്നില്ല. ഈ ക്ലാസ് ആണ്, അത് ഉറപ്പാണ്. ഏതാ ഇത്? ഇത് E200 ആണ്. 200. നമ്മൾ നേരത്തെ ഒരു 250 കണ്ടു. അതും ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ട്. ബോഡി എല്ലാം സെയിം ആയിരിക്കും. ഈ ലൈറ്റിൽ ചെറിയ അത് 250 പെട്രോളിലെ വ്യത്യാസം വരുള്ളൂ. പെട്രോളിൽ ഇങ്ങനെ ഒരു കോണായിട്ട് കാണും. അത് ചില എഡീഷനേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. 350-ലും 250-ലും ആയിരുന്നു അത് വന്നിരുന്നത്. 250 ഡീസൽ അല്ല കേട്ടോ, പെട്രോളില്. ശരിക്കും പറഞ്ഞാൽ iPhone ഇറക്കേണ്ടോട്ടെ. ഇപ്പൊ 13-ഉം 14-ഒക്കെ ഇറക്കേണ്ടോട്ടെ. 3 ക്യാമറ പുറകും കണ്ട മനസ്സിലാവില്ല ഏതാണ് അതുപോലെ ഇത്. അപ്പൊ ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 2011 മോഡലാണ് 200. ഞാൻ നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെയുള്ള അതേ എഞ്ചിൻ 1796 cc ഉള്ള ചെറിയ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടും. കാരണം വലുപ്പം കണ്ടിട്ട് അതെ. ഇതിൽ തന്നെ ഒരുപാട് എഞ്ചിനുകൾ വരുന്നുണ്ട്. 250 പെട്രോൾ ഉണ്ട്, 220 ഡീസൽ ഉണ്ട്, 350 ഡീസൽ ആൻഡ് പെട്രോൾ ഉണ്ട്. ഒരു 5-6 ടൈപ്പ് എഞ്ചിനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ബേസ് എഞ്ചിനാണ്. വേറൊരു കാര്യം കൂടെ, ബെൻസിനെ പറ്റി എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. എന്തെങ്കിലും സംശയം നിങ്ങൾ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും എടുക്കണം, അങ്ങനെ എന്ത് കണ്ടിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വിളിക്കാം കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഓക്കെ. ബാക്കി ഇത് 2011 മോഡലാണ്. ഓൾറെഡി ഇപ്പം MH-ലാണുള്ളത്. ഇത് നമുക്ക് 775 കൊടുക്കാം. നല്ല വണ്ടിയാണ്. 7,75,000 രൂപയ്ക്ക് അല്ലേ NOC റേറ്റ്? ഓക്കെ. ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒന്ന് ഓയിൽ ഫിൽറ്ററും ഞാൻ ഏത് കാർ എടുത്താലും ഒന്ന് മാറ്റും. നല്ലതാണ്. നല്ലതാണ്, സേഫാണ്. ഓക്കെ. എഞ്ചിൻ ഭാഗത്തേക്ക് പെട്ടെന്ന് പണി വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓയിൽ മാറാഞ്ഞാൽ എന്താ വെച്ചാൽ അത് അതിൻ്റെ ടൈമിങ് ചെയിന് എല്ലാം റിലേറ്റഡ് ആണ്. അപ്പം ഒരു ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്ററും മാറ്റാൻ നമുക്ക് പുറത്തുനിന്ന് ആകെ കോസ്റ്റ് വരെ ഒരു 3000 രൂപയാണ്, ഒരു 4000 രൂപ. ഓയിലിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചല്ലേ? ഈ ഒരു എഞ്ചിനൊക്കെ അത് മതി. അത് മതി. ഇത് 5.5 ആണ് ക്വാണ്ടിറ്റി, ഓയിൽ ക്വാണ്ടിറ്റി. അപ്പൊ ഇനിയിപ്പോ പെർ ലിറ്ററിന് ഒരു 400 അല്ലെങ്കിൽ 500 വെച്ചാൽ തന്നെ ആകെ 2500 രൂപ വരുന്നു. അപ്പം പിന്നെ ഫിൽറ്ററും 1000-1200 രൂപയ്ക്ക് ഫിൽറ്ററും കിട്ടും. ഓക്കെ. നല്ലതാണ്. എന്തായാലും
വേറെ വർക്കൊന്നുമില്ലല്ലോ നിലവിൽ? വേറെ വർക്ക് ഒന്നുമില്ല. മിറ്റ്സുബിഷി പജേറോ നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ലാൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മിറ്റ്സുബിഷിയുടെ ഔട്ട്ലാൻഡർ ഇതാ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അത് ശരി. ഫസ്റ്റ് ടൈം. ഡൽഹി പോയിട്ട് എവിടുന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ഇപ്പോൾ ചെയ്യുകയാണ്. ഔട്ട്ലാൻഡറാണ് മിറ്റ്സുബിഷി. ഇപ്പോൾ ഉണ്ടാവോ കേരളത്തിൽ ഇങ്ങനത്തെ കുറച്ച്? അല്ല, കേരളത്തിൽ ഉണ്ടാവാനൊക്കെ സാധ്യത. കാരണം അന്നത്തെ കാലം ഇത് 2010 മോഡൽ കാറാണ്. ഓക്കെ. ഇത് ഫേസ് ലിഫ്റ്റഡ് ആണ്. 2010-ലാണ് ഫേസ് ലിഫ്റ്റഡ്, 910-ലാണ് വന്നത്. 2008-7 തൊട്ട് കാറുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. CBU ആണോ അറിയില്ല കേട്ടോ, ആവാൻ ചാൻസ് ഉണ്ട്. ഇത് CBU ആണോ? ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കൂടുതൽ കാറുകൾ ഇറങ്ങേണ്ടതാണ്. അപ്പൊ അറിയില്ല, ബാക്കിയുള്ള വണ്ടികൾ അപേക്ഷിച്ചിട്ട് ഇല്ല. അത് അതിന്റെ ഒരു മെയിൻ കാരണം എന്താ വെച്ചാല് ഇതിന്റെ പ്രൈസാണ്. ഇത് ഇറങ്ങണ സമയത്ത് ഓൺ ദ റോഡ് കോസ്റ്റ് ഏതാണ്ട് 28 lakh ഉണ്ട് ഏതാണ്ട്. നമ്മളെ കേരളത്തിലൊക്കെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഞാനൊരു ഇങ്ങനത്തെ ഒരു കാറുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അയാൾ 12 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വെരി സാറ്റിസ്ഫൈഡ് ആണ്. അയാൾ പറഞ്ഞത് എൻജിൻ സൈലന്റും കാര്യങ്ങളും ഒക്കെ അത്രയും വേറുള്ള ഇങ്ങനത്തെ SUV കാറുകളെ അപേക്ഷിച്ച് എൻജിൻ അത്രയും സൈലന്റ് ആണ്. പിന്നെ 4 വീലാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പെട്രോളിൽ 4 വീലൊക്കെ കുറവാണല്ലോ. അപ്പം മാത്രമല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ നമുക്കൊരു ഹാച്ച് ബാക്ക് കാർ, അതായത് ഒരു സെഡാൻ കാറിൽ ചെറിയൊരു കാർ ഉപയോഗിക്കണ പോലെയാണ് ഡ്രൈവ് ചെയ്യാൻ. അത്ര ഈസിയാണ്. എനിക്ക് തോന്നുന്നു പെജറോ ഒക്കെ കുറച്ചും കൂടെ ഒരു ജെർക്കിംഗ് ഒക്കെ കൂടുതലാണല്ലോ, സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതങ്ങനെയല്ല, ഇത് കാർ ഓടിക്കണ പോലെ ഓടിച്ചു പോകാം. അപ്പോൾ പെട്രോൾ എഞ്ചിനാണ്. അതെ. പിന്നെ അത്യാവശ്യം മൈലേജും ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 10-12 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്, 4 വീലാണ്. അത്യാവശ്യം മൈലേജും ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ച് നോക്കി. എനിക്ക് നല്ല യൂസിങ്ങിന് ബെസ്റ്റ് സാധനമാണ്. പിന്നെ ഇത് മെയിനായിട്ട് ഇതിന്റെ ഒരു യൂണിക് ഐഡന്റിറ്റി കുറവാണ്. വണ്ടികൾ വളരെ കുറവാണ്. അന്നത്തെ കാലം ഇതിന്റെ പ്രൈസ് കൊണ്ടാണ് ഇത് എടുക്കാഞ്ഞത്. നമ്മളെ കേരളത്തിലൊന്നും കൂടുതലില്ലാത്തത്. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ബാംഗ്ലൂരൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ ബാക്കി ഇത് നമുക്ക് 2010 വെറും 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു പോളിഷ് പോലും ചെയ്തിട്ടില്ല. കസ്റ്റമർ എടുക്കുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കും ചെയ്യാം. ഇപ്പം ഇത് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇതിപ്പോൾ എവിടെ മാറിയിട്ടൊന്നുമില്ല. പ്രൈവറ്റ് കാറാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം എങ്ങനെ ഈ മാറാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കാൻ പറ്റുമോ നമുക്കിപ്പോൾ? അല്ല, അത് പ്രൈവറ്റ് കാറുകളാവുമ്പോൾ നമുക്ക് പെനാൽറ്റികളൊന്നും പ്രത്യേകിച്ച് വരുമൊന്നുമില്ല. പ്രൈവറ്റ് അല്ലേ. ടൂറിസ്റ്റ് കാറുകളാവുമ്പോൾ അതിന് 5-8 പേപ്പറുകളുണ്ട്. ടാക്സ്, ഫിറ്റ്നസ്, അതെ. അപ്പൊ ഈ 8 പേപ്പറും വാലിഡ് ആണെങ്കിൽ മാത്രമേ NOC എടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ പ്രൈവറ്റ് അല്ലേ, ആകെ ലൈഫ് ടാക്സ് ആയിരിക്കും വണ്ടിക്ക്. ഇറങ്ങുന്ന സമയത്ത് ലൈഫ് ടാക്സ് വരും. അല്ല, ഞാൻ അവിടുന്ന് പാർട്ടികൾ പറയത്തില്ലേ ഇവിടുന്ന് NOC വാങ്ങിയിട്ട് പോകണം? അല്ല, അത് ചില പാർട്ടികൾ അങ്ങനെ നിന്ന് തരും. അവർ വിറ്റത് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കൂല, അല്ലെങ്കിൽ ചില ആളുകൾ അത് നെവറാക്കും. അതിന് വേണ്ടി ചില ആളുകൾ വാഹനം NOC എടുത്തിട്ട് ഡെലിവറി തന്നെ തരുള്ളൂ. അങ്ങനെയുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും അവർ എക്സ്പീരിയൻസ് പരിചയമുള്ളതുകൊണ്ടായിരിക്കും കിട്ടുന്നത്. അല്ല, കസ്റ്റമർ പല ടൈപ്പ് ആളുകളാണ്. ബോംബെയിലൊക്കെ ആയാലും ചില ആളുകൾ അത് മൈൻഡ് ചെയ്യൂല. ഇപ്പം 5 വർഷമായിട്ട് മാറ്റാത്ത കാറുകളൊക്കെ ഞാൻ വിറ്റ് തന്നെ ഉണ്ട് പ്രൈവറ്റിൽ. ടൂറിസ്റ്റ് കാറുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഉടൻ അടി NOC എടുത്തില്ലെങ്കിൽ കസ്റ്റമർക്ക് നഷ്ടം, നമുക്ക് പണിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് കൂടെ പറഞ്ഞോളൂ. ഇത് നമുക്ക് 450, 4,50,000 രൂപയ്ക്ക് 2010 വിത്ത് NOCയിൽ. ഇത് നമ്പറാക്കാൻ വലിയ പൈസയൊന്നും വരില്ല. മാക്സിമം ഒരു 50-60 രൂപ അത്രേ വരും, മാക്സിമം വരും ചാൻസ് ഉള്ളൂ. വീണ്ടും C-Class C200. ഇതൊരു കംപ്രസറാണ്. കംപ്രസറാ? CGI അല്ല? അതെ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഇത്? 2009 മോഡലാണ്. 1,03,000 കിലോമീറ്റർ. ഓക്കെ. CGI വരുന്നപ്പോൾ CGI 2010 എൻഡിലാണ് വരുന്നത്. എൻഡിലേക്കാണ് വരുന്നത് അല്ലേ? 11 തൊട്ട് തന്നെ പറയാം. എൻഡിൽ സെപ്റ്റംബർ തൊട്ടാണ് വാഹനങ്ങൾ വന്നത് CGI. അതൊന്നും കൂടെ, അതായത് നമ്മളെ ഭാരത് സ്റ്റേജ്, നമ്മളെ BS6 ആണ് ഈ CGI എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് എൻജിൻ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. ആ ഒരു ഈ എന്താ പറയുക, എമിഷൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത് CGI വന്നത്. അതെല്ലാ കാറുകൾക്കും എല്ലാ വർഷവും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഇറങ്ങിയ ബെൻസുകളൊന്നും അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നെ 2000 തൊട്ടാണ് ഭാരത് BS2 എന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ അത് എല്ലാ മാരുതിൻ്റെ കാറുകളായാലും മെർസിഡീസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 2-3 വർഷം ഉള്ള ഒരു ഇതിന് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പം കറൻ്റ്ലി BS6 ഒക്കെ ഒരു 1-2 വർഷം മുന്നേ തന്നെ
മെർസിഡീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബെൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? 2009 മോഡലാണ്, 1,03,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഫൈനൽ 480 കൊടുക്കാം. 4,80,000 NOC-യിൽ സ്വന്തമാക്കാം. അതെ അതെ, നല്ല വണ്ടിയാണ്. ഓക്കെ, ഞാൻ ഓരോ വണ്ടിയുടെ ചോദിക്കാണ്, എല്ലാ പാർട്ടും വർക്കിംഗ് അല്ലേ? എല്ലാ പാർട്ടും വർക്കിംഗ് ആണ്. നമ്മൾ വർക്കിംഗ് ഇല്ലാത്തതാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് നമ്മൾ റെഡി ആക്കിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ ചെറിയ ചെറിയ, അതായത് ഇപ്പോൾ ചിലപ്പം ബട്ടണിൽ മിറർ ചിലത് ഒന്നേ ഫോൾഡ് ചെയ്യുള്ളൂ, മറ്റേത് ചിലപ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായ ചില കംപ്ലൈൻസ് എന്നല്ല, ചില വർക്കിംഗ് അതൊക്കെ ചിലപ്പോൾ ചില കാറുകൾക്ക് ബാക്കിലെ കർട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സർവീസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നോക്കും. പിന്നെ റീപ്ലേസ് ചെയ്യാന്നൊന്നും പറഞ്ഞാൽ അത് പോസിബിൾ അല്ല, കാരണം ആ ഒരു വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പം ഇതും NOC പ്രൈസ് ആണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും വന്നു ഈ ക്ലാസ്. ഏതാ ഇത്? ഇത് E220 ആണ്. E220. ഓക്കെ, E220 2012 മോഡലാണ്. ഓക്കെ, ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടിയ മോഡൽ. അതെ അതെ, 2012 മോഡലാണ്, ഡീസലാണ്. ഓക്കെ, 91,000 കിലോമീറ്റർ, 91,000 ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹാൻഡ് ഗിയർ ആണ്. അതായത് നമ്മളെ വലത്തെ ഭാഗത്ത് കാണും. കാരണം അത് 2012 കുറവാണ് അങ്ങനത്തെ വണ്ടികൾ വരാൻ. ഓട്ടോമാറ്റിക്കലി, അതായത് ഹാൻഡ് ഗിയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പാർക്കിംഗ് ന്യൂട്രൽ. മറ്റേത് ഇവിടെ ആയിരിക്കും ഗിയർ, ലിവർ ഉണ്ടാവും. അത് അവിടെ ഒന്നും ഉണ്ടാവില്ല, റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉണ്ടാവില്ല. മാത്രമല്ല ഇത് ന്യൂ, അതായത് 2013 തൊട്ടാണല്ലോ പുതിയ ഈ ക്ലാസ് വരുന്നത്, ഫ്ലവർ ലൈറ്റ്. അതിൽ വരുന്ന എഞ്ചിനാണ് ഇതിൽ വന്നത്. കുറച്ച് കാറുകളിലേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇത് എത്ര ഇതാ വരിക പവർ? സിസിയോ? ഇത് CC ഓൾമോസ്റ്റ് 2000 എബവ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ. നമ്മൾ നേരത്തെ 250 കണ്ടില്ലേ? അതെ, 250 ഈ ഒരു 220 ആയിട്ട് എങ്ങനെയാണ് മാറ്റം വരുന്നത്? വ്യത്യാസം എഞ്ചിൻ ബ്ലോക്ക് ഒക്കെ സെയിം ആണ്, സെയിം എഞ്ചിൻ ബ്ലോക്കാണ്. ഓക്കെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഗവൺമെൻറ് ടാക്സ് കുറക്കാനും വേണ്ടി, അതായത് ബിൽഡിംഗ് ടാക്സ്, റോഡ് ടാക്സ് അല്ല, ബിൽഡിംഗ് ടാക്സ് കുറക്കാനും വേണ്ടി CC ഇത്തിരി കുറച്ചാണ്ട് ഒരേ എഞ്ചിൻ തന്നെയാണ് സംഗതി. രണ്ടും സെയിം പ്രവർത്തനം, എഞ്ചിൻ ബ്ലോക്ക് ഒക്കെ സെയിം ആണ്. പക്ഷേ CC കുറച്ചാൽ നമ്മളെ വാഹനത്തിൻ്റെ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് വണ്ടിൻ്റെ CC, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ കമ്പാരിസൺ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് കാറായിട്ട് ഇറക്കാനും വേണ്ടിയാണ് മെർസിഡീസ് ഇങ്ങനെ ചെയ്തത്. ഈ ഒരു ലുക്ക് തന്നെ ബഡ്ജറ്റ് കാറായിട്ട് ഇറക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 2012 മോഡൽ 220D ആണ്. അപ്പോൾ എത്ര പ്രൈസിങ് എങ്ങനെ? ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് 840 കൊടുക്കാം. 8,40,000 രൂപ. 2012 E220D ഹാൻഡ് ഗിയർ ആണ്. ന്യൂ എഞ്ചിൻ. ഈ ന്യൂ എഞ്ചിന് ഞാൻ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ബ്ലോക്കുകളിലൊക്കെ എക്കോ മോഡ് സിസ്റ്റം ഉണ്ട് ഇതിൽ. അത് 2013 ഈ ക്ലാസ്സിൽ പോലും 250 ചില കാറുകളിലില്ല. ഇത് 12 തന്നെ എന്താ അങ്ങനെ കുറച്ച് കാറുകൾ വന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ബ്ലോക്കിലൊക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിന്നാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവും. പിന്നെ നമ്മൾ എപ്പോഴാണോ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. അത് ഫ്യൂൽ എഫിഷ്യൻസിക്കും വേണ്ടി അങ്ങനെ ചെയ്തതാണ് കമ്പനി. നമ്മളിപ്പോഴത്തെ കാറിൻ്റെ പുതിയ ഇറങ്ങുന്ന കാറുകളുടെ പരസ്യം തന്നെ അതാണ്. പക്ഷേ അന്നേ ബെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മൾ ആദ്യം കണ്ട സെയിം ഒരു E-Class 250 ഡീസൽ അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? അത് മെറൂൺ ആണ്, ബ്ലാക്ക് ആണ്. കളർ 2011 ആണ്. ഇത് 10 ആണ്. ഓക്കെ, ഇത് 10 ആണല്ലേ? മറ്റേ 11 ആയിരുന്നു. പറഞ്ഞോളൂ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2010 മോഡലാണ്. 90,000 കിലോമീറ്റർ ആണ്, 92,000 കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് ഫൈനൽ 650 കൊടുക്കാം. 6,50,000 NOC-യിൽ നിങ്ങൾക്ക് E-Class 250 ഡീസൽ. ഈ വണ്ടീൻ്റെ വലുപ്പം കണ്ട് പിന്നെ ഡീസലുമാണ്, അതുകൊണ്ട് ഏകദേശം ഒരു മൈലേജ് എത്ര പറയാൻ പറ്റും? ഇതൊക്കെ ഒരു 14 എന്തായാലും കിട്ടുന്നുണ്ട്. ഒരു 13-14 എന്തായാലും. നമ്മളെ ചെറിയൊരു പെട്രോൾ വാഹനം എടുത്തിട്ട് പോകുന്ന മൈലേജ് ഈ ഒരു വാഹനത്തിൽ കിട്ടും. മെർസിഡീസ് ഏത് കാറുകളായാലും ഇപ്പോൾ V6 എഞ്ചിനൊക്കെ ആണെങ്കിൽ ഓക്കെ, മൈലേജ് V8 ഒക്കെ ആകുമ്പോൾ മൈലേജ് ഷോട്ട് വരും. അത് പിന്നെ അങ്ങനത്തെ ഒരു പർപ്പസിനും വേണ്ടി ഇറക്കും. ഇതൊക്കെ 4 സിലിണ്ടർ അല്ലേ? ഇതൊക്കെ 4 സിലിണ്ടർ. മെർസിഡീസ് ആർക്കും അങ്ങനെ മൈലേജ് ഷോട്ടായിട്ട് ഒരു കസ്റ്റമർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. അങ്ങനത്തെ എഞ്ചിനുകൾ കുറവാണ്. ഞാൻ പറഞ്ഞ നോർമൽ 200, 250, 220 അങ്ങനത്തെ കാറുകളൊന്നും, അതായത് മൈലേജ് ഷോട്ട് ഇനിയിപ്പോൾ പെട്രോൾ ആയാലും ഡീസലായാലും. ഞാൻ സാറിന് പ്രീമിയം ചെയ്യുമ്പോൾ മൈലേജ് ചോദിക്കാറില്ല, കാരണം മൈലേജ് നോക്കിയാലും പ്രീമിയം എടുക്കാറില്ല. എന്നാൽ ഇപ്പോൾ റീസെന്റ് കുറെ കമന്റ് ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ അധികം സാധാരണക്കാരല്ലേ, നമ്മൾ ഇങ്ങനത്തെ കാറുകളൊക്കെ കൂടുതൽ ചൂസ് ചെയ്യണത് എന്തുകൊണ്ടാ വെച്ചാൽ
കസ്റ്റമർക്ക് എപ്പോഴും താങ്ങാവുന്ന പ്രൈസ് ഈ ഒരു 10 ലക്ഷം റുപ്യേൻ്റെ താഴെയുള്ള വാഹനങ്ങളാണ്. അതെ, തീർച്ചയായും. കൂടുതലിപ്പം 50 ലക്ഷം 70 ലക്ഷമൊക്കെ ആളുകൾക്ക് ഓക്കെ, അതിന് പിന്നെ ലോൺ വേണം, ഫിനാൻസ്, അത് ഇത്, പിന്നെ അതൊക്കെ വേറെ ഒരു കാറ്റഗറി ആളുകളല്ലേ. കുറേ ആളുകളൊരാഗ്രഹം എന്താ വെച്ചാൽ ചെറിയൊരു വിലക്ക് ഒരു ബെൻസ്, ഒരു പ്രീമിയം കാറ് വീട്ടിലിങ്ങനെയൊക്കെ ചെറിയൊരു ആവശ്യങ്ങൾക്കൊക്കെ പല ആളുകളെ ആഗ്രഹങ്ങളാണത്. അത്രേ ഉള്ളൂ, ആഗ്രഹത്തിൻ്റെ പുറത്തല്ല മനുഷ്യന്മാർ ജീവിക്കുന്നത്. അതെ അതെ. അപ്പം നമ്മളടുത്തു നിന്നൊക്കെ വണ്ടികൾ എടുക്കാൻ വരുന്ന കൂടുതൽ പേരും പറയുന്ന ഒരൊറ്റ കമൻറ്റാണ്, ഞാൻ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുതലേ ഒരു ബെൻസിനോടൊരു പ്രിയം, അങ്ങനെ വാങ്ങാൻ വന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് കൂടുതൽ ആളുകളും വരാറ്. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 6,50,000 രൂപ 2010 മോഡൽ E250 ഡീസൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഈ ക്ലാസ് ആണ്, E200. അതെ, 200 കംപ്രസറാണ്. ഈ കംപ്രസർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആ ഒരു കാലഘട്ടത്തിൽ 2010 മുന്നേയുള്ള എല്ലാ വാഹനത്തിലും ഉണ്ട്. എല്ലാ വാഹനത്തിലും എന്ന് പറഞ്ഞാൽ 4 സിലിണ്ടർ വരുന്ന പെട്രോൾ കാറുകൾ കംപ്ലീറ്റ് കംപ്രസർ ആയിരുന്നു. ശരി, ഓക്കെ. അത് എല്ലാറ്റിലും ഉണ്ട്, സീലുണ്ട്, ഈലുണ്ട്, SLK. ആ സമയത്ത് വരുന്ന കൂപ്പേകളിൽ എല്ലാ പെട്രോളിലും ഇത് വരുന്നുണ്ട്. 4 സിലിണ്ടറിൽ കംപ്രസർ. 4 സിലിണ്ടറിൽ മാത്രമല്ല? അതെ, 4 സിലിണ്ടറിൽ മാത്രം. അന്ന് 6 സിലിണ്ടർ അവൈലബിൾ ആണ്, 240, 280 ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതേതാ മോഡൽ? അപ്പോൾ ഇത് 2006 മോഡലാണ്. ഇത് നമ്മളിപ്പോൾ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 6 എന്ന് പറയുമ്പോൾ പേപ്പർ ഇപ്പോൾ ഇനി 2028 വരെ ഇപ്പം ചെയ്തിട്ടേ ഉള്ളൂ. 28 വരെ ഫുൾ പേപ്പർ ഉള്ളൊരു വാഹനമാണ്. ഓക്കെ, മാത്രമല്ല ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പർ പറഞ്ഞാൽ 3000 റുപ്യ കൊടുത്ത് മേടിച്ച ഫാൻസിയാണ്. ശരി, ഓക്കെ. 2006 മോഡലാണ്. 88 കിലോമീറ്റർ, 88,000 കിലോമീറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്. അതായത് ഈ പ്രീമിയം വാഹനങ്ങൾ എടുക്കുന്നവർ ചിലപ്പോൾ ഓട്ടോ ഉള്ളവരുണ്ടാവും, പക്ഷെ എന്നാലും അധികം ഓട്ടോയുടെ പ്രീമിയം വാഹനം എടുത്ത് പോകില്ല, കാരണം അത്രയും മെയിൻ്റനൻസ് വരും വണ്ടിക്ക് അല്ല. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ് എന്നല്ല, അതിപ്പോൾ നമ്മൾ വലിയ കാറൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്കായാലും ഒരു എവിടെയും പോകാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഫംഗ്ഷൻ അങ്ങനത്തെ ചെറിയ ഓട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്നല്ലാണ്ട് അങ്ങനെ ഉപയോഗത്തില്ല. അതുകൊണ്ടാണ് ഒരു കിലോമീറ്റർ അങ്ങനെ പറയുന്നത് നമ്മൾ അല്ല, പറയുന്നതല്ല, അതുകൊണ്ടാണ് കിലോമീറ്റർ അങ്ങനെ ആവുന്നത്. അല്ല, ആവുന്നത് പറയുന്നത്, അതേ ഉദ്ദേശിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. വേറെ എല്ലാം ഓക്കെ, എല്ലാം വർക്ക് ചെയ്യും. 2028 വരെ ഫിറ്റ്നസ്, ടാക്സ്, ഗ്രീൻ ടാക്സ്, ഇൻഷുറൻസ് ഇപ്പോൾ കെട്ടിയിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ. 4 ടയേഴ്സ് പുതിയതാണ്. എത്ര കൊടുക്കുക? ഇത് 365 കൊടുക്കാം. 3,65,000 രൂപയ്ക്ക് പേപ്പർ പ്രോസസ്സിംഗ് ഒക്കെ അടക്കാട്ടോ, എല്ലാം ഫാൻസി നമ്പറാണ്. ഒരു E-ക്ലാസ് ബെൻസ് സ്വന്തമാക്കാം. അതെ, അതായത് നിങ്ങളിപ്പോൾ എടുത്തിട്ട് ഇത് ഒരു കല്യാണ ആവശ്യത്തിനോ അല്ല ജസ്റ്റ് ഒന്ന് വാടക കൊടുക്കുന്ന രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്തിട്ടില്ല മോഡലിലൊക്കെ പറ്റുമോ അറിയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൻസ് ഒരു ഡ്രീമുമായിട്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ എന്തുകൊണ്ടും സ്യൂട്ടാണ്, കൊണ്ടുപോകാം. എന്തുകൊണ്ടും ഓക്കെ, അത്രേ ഉള്ളൂ. ബെൻസിൽ നമ്മൾ C-ക്ലാസിനെ കൊണ്ടുപോകുന്ന പോലെ BMW അങ്ങനെ ഏറ്റവും ഒരു ബഡ്ജറ്റിലും അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വിധത്തിലുള്ള വാഹനമാണ് 320D 3 സീരീസ് ആണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010-11 ആണ്. 10 മാനുഫാക്ചറിങ്, 11 രജിസ്ട്രേഷൻ. 11 മെയ് ആണ് കാറ്. മാനുഫാക്ചറിങ് 10 ഉള്ളൂ. കിലോമീറ്റർ 98 ആണ് തോന്നുന്നുണ്ട്. 1 lakh ബിലോ ആണ്. എന്താ 1 lakh അപ്രോക്സിമേറ്റ്ലി കൂട്ടാം, കറക്റ്റ് അറിയില്ല, നോക്കണം. ഇത് 2010-11 മോഡൽ. ഇത് നമുക്ക് NOC പ്രൈസിൽ 460 കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് BMW 320 ഡീസൽ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല ഇത്? ഒരു 14-15 കിട്ടുന്നുണ്ട്, ആവറേജ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. NOC പ്രൈസ് ആണ്, എങ്ങോട്ടേക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാൻ ചെയ്യാം അല്ലേ? പ്രൈവറ്റ് കാറാണ്. ഓക്കെ, BM നമുക്ക് ബെൻസ് പോലെ തന്നെ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളൂ. BM എൻട്രി കാറാണ്. അതെ ചോദിച്ചത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഈ വിൻറ്റേജ് സെഗ്മെൻറ്റ് ബെൻസുകൾ, അതായത് വാടകയ്ക്ക് ഇപ്പോൾ കല്യാണ അവസരമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കാൻ പറ്റിയ സാധനം തോന്നുന്നത് അല്ലേ? സൺറൂഫ് വരൂല. അങ്ങനെ ഒരു ആളുകൾക്കൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് പഴയ മോഡൽ വണ്ടി വേണം. അതെ, പഴയ മോഡലൊക്കെ പറ്റും. ഇപ്പോൾ കോണ്ടസൊക്കെ ഇറക്കുന്നുണ്ടല്ലോ, കോണ്ടസൊക്കെ ഇതിലും വളരെ പഴയതാണ്. ഓക്കെ, എങ്ങനെ ഈ 240 ആണ് വരിക? E240 V6 എഞ്ചിനാണ് വരിക. മൈലേജ് അത്യാവശ്യം കുറവായിരിക്കും, ഒരു 8 ഒക്കെ മാക്സിമം പ്രതീക്ഷ മതി. പറക്കും. വണ്ടി നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 6 സിലിണ്ടർ അല്ലേ. പിന്നെ 2003 മോഡലാണ് E240 പെട്രോൾ. നല്ല കാറാണത്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു കാറാണ്. ഇത് 2003 ആണ്. നമുക്ക് ഫൈനൽ പേപ്പർ അവസ്ഥ ഇപ്പം കറൻ്റ്ലി നമുക്ക് ഈ ആസിറ്റീസ് കണ്ടീഷനിലാണ് ഈ 280ക്ക് കൊടുക്കാം.
2,80,000. അപ്പോൾ 3 ലക്ഷം അല്ല നമ്മൾ തുടക്കത്തിൽ അല്ല 3 ലക്ഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓൾ ഇൻക്ലൂഡിങ് പേപ്പേഴ്സ് വർക്ക്. നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കി 2028 അല്ലെങ്കിൽ 29 വരെ പേപ്പർ എല്ലാം എടുത്തിട്ട് എല്ലാം വാലിഡ് ആക്കിയിട്ടാണ് 3 ലക്ഷത്തിന് 3 ലക്ഷം റുപ്യക്ക്. ഓക്കെ, അല്ലെങ്കിൽ 2,80,000 സ്വന്തമാക്കാം. അതെ അതെ. അല്ലെങ്കിൽ 2,80,000 എന്ന് പറഞ്ഞാൽ ഇത് പേപ്പർ പാസിംഗ് ഒക്കെ ഓക്കെയാണ്. ഓൾ ബോംബെയിൽ നിന്ന് ഫിറ്റ്നസ് എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്പർ പ്രോസസ്സിങ്ങിന് ഏതാണ്ട് ഒരു 20,000 റുപ്പീസ് വരും. ഒരു 11,000 ടാക്സ് വരും. പിന്നെ ഗ്രീൻ ടാക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഏജന്റ് ത്രൂ കൊടുക്കുകയാണെങ്കിലൊക്കെ ഒരു 20,000 റുപ്പീസ് വരും കാണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുൾ പേപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് 3 ലക്ഷത്തിന് എടുക്കാൻ പറ്റിയൊരു ബെൻസാണ് ഈ കാണുന്നത്. V6 എഞ്ചിൻ വരുന്ന 2003 മോഡൽ E240 പെട്രോൾ എഞ്ചിൻ ബെൻസ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തേക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ. ഇനി ഒരുപാട് സ്റ്റോക്സ് ഉണ്ടോ കയ്യിൽ? സ്റ്റോക്ക് ഉണ്ട്, ഒരുപാടുണ്ട്. അതായത് വിളിച്ചിട്ട് സങ്കടപ്പെടരുത് ആളുകൾ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു. ഇവിടെ വന്നിട്ട് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഡയറക്റ്റ് എന്നെ വിളിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യമായിട്ട് പിന്നെ വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വെച്ചാൽ ചില ആളുകൾക്ക് വണ്ടി കിട്ടിയില്ല, വണ്ടി വിറ്റുപോയി, ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് ആ ബുക്കിംഗ് ആയി പോയി എന്നുള്ള കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അല്ല അത് പിന്നെ നമുക്കുള്ള സ്റ്റോക്ക് അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? പുതിയ വണ്ടികൾ പുതിയത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ബഡ്ജറ്റ് കാറുകളാവുമ്പോൾ, അതായത് ഈ 10 lakh ബിലോ കാറുകളാവുമ്പോൾ പ്രത്യേകിച്ച് ആളുകൾ നമുക്ക് 5 ലക്ഷത്തിൻ്റെ താഴെയുള്ള വാഹനങ്ങളാണ് എത്രയും സ്പീഡായിട്ട് പോകണത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കാറുകൾ പെട്ടെന്ന് പോകുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും ഒരു സാധാരണ വണ്ടി ഇപ്പോൾ ഷിഫ്റ്റോ അല്ലെങ്കിൽ വാഗണാറോ ഒക്കെ എടുക്കണമെങ്കിലും വേണ്ടേ സെക്കൻഡ്സ് 2-3 ലക്ഷം. അതിലേക്ക് കുറച്ചും കൂടി കൂട്ടിയപ്പോൾ ഇങ്ങനത്തെ കാറുകളാകുമ്പം അത്യാവശ്യ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും ചെയ്യാം. പുതിയത് മേടിച്ചിട്ട് ഇപ്പൊ ഏതായാലും ആളുകൾക്ക് സഫലീകരിക്കാൻ കഴിയൂല. വലിയ സെഗ്മെന്റ് ഏതാണ് ഇപ്പൊ ബെൻസിൽ ഇപ്പൊ കയ്യിലുള്ളത്? നമ്മളടുത്ത് ML ഉണ്ട്, GL ഉണ്ട്, GLA ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ വീഡിയോയില് പിന്നെ ലെങ്ത് കൂടണ്ട നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ വണ്ടികളോട് വെക്കാഞ്ഞത്. അപ്പോൾ ML GL ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വീഡിയോന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കോർണർ കാണാം, റൈറ്റ് ടോപ്പിൽ കോർണറിലുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ബെൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ പോട്ടെ അല്ലേ? ഓക്കെ, ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഓക്കെ, താങ്ക് യു.